Relation between drift velocity and electric current. Drift velocity equation നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. കറണ്ടിനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്തായിരുന്നു ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കൽ ഇക്വേഷൻ? വി ഡി ഈസ് ഈക്വൽ ടു, ഒരു കോമൺ ഇക്വേഷനാണ്, വി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ഡിവൈഡ് ബൈ എം ഇൻറ്റു ടു. ഈ വെക്ടറാണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും വെക്ടറാണ്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നു. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഇനി കറണ്ടിനുള്ള ഇക്വേഷൻ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു, നമുക്കറിയാവുന്ന ഒരു ജനറൽ ഇക്വേഷൻ എന്താണ്? ക്യൂ ഡിവൈഡഡ് ബൈ ടി. ഈ രണ്ട് ആളുകളും തമ്മിൽ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻ ഉണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക് ഏതാണ്? റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറണ്ട്. അത് കണ്ടെത്തുന്നതിനായി നമ്മളൊരു കണ്ടക്ടറിനെ എടുക്കുന്നു. ഇതാണ് നമ്മുടെ കണ്ടക്ടർ. ആ കണ്ടക്ടർ ഒരു സിലിണ്ടർ ഷേപ്പാണ്. അതിനൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, ക്യാപിറ്റൽ എ, ലെങ്ത്ത് സ്മോൾ ലെറ്റർ എല്ലു ആണ്. അങ്ങനെയെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ വോളിയം എന്തായിരിക്കും? വോളിയം വി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത്ത്. വി ഈസ് ഈക്വൽ ടു എ എൽ, ഇക്വേഷൻ 1. നമ്മൾ പുതുതായി ഒരു ക്വാണ്ടിറ്റിയെ പഠിക്കാൻ പോവുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ്, സ്മോൾ ലെറ്റർ എൻ. എന്താണ് നമ്പർ ഡെൻസിറ്റി? യൂണിറ്റ് വോളിയത്തിലുള്ള ഒരു കണ്ടക്ടറിൻ്റെ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഡെൻസിറ്റി. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. വി എന്ന് പറയുന്നത് വോളിയമാണ്. സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റിയാണ്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടക്ടറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ വി. വി എന്ന് പറയുന്നത് ഈ ഒരു കണ്ടക്ടറിൻ്റെ വോളിയം. അങ്ങനെയെങ്കിൽ എന്താണ് നമ്പർ ഡെൻസിറ്റി ഓഫ് എ കണ്ടക്ടർ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. സ്മോൾ ലെറ്റർ എൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഡിവൈഡ് ബൈ വി, ആൻഡ് ദാറ്റ് ഇസ് ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 2-ൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനുള്ള ഇക്വേഷൻ എഴുതാം. ക്യാപിറ്റൽ എൻ ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എൻ ഇൻറ്റു വി. അതായത് ഈ ഒരു കണ്ടക്ടറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എൻ, ഇസ് ഈക്വൽ ടു നമ്പർ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം എ എൽ ആണെന്നറിയാം. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ കണ്ടക്ടർ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു വി. It is equal to n into v ക്ക് പകരം AL, NaL, that is equation 3. ഈ ഒരു കണ്ടക്ടറിൽ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? NaL ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ്. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുക. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണെങ്കിൽ N, ക്യാപിറ്റൽ N ഇലക്ട്രോൺസ് അവിടെയുണ്ട്. ടോട്ടൽ ചാർജ് എന്തായിരിക്കും? Total charge Q is equal to total number of electrons present into charge of a single electron. Capital N into small letter e. Capital N എന്താണ്? NaL ആണ്. Into E. Total charge present Q is equal to NaLe. അതാണ് ഇക്വേഷൻ 4. ഈ ഒരു കണ്ടക്ടറിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് NaLe ആണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു ഇക്വേഷനാണ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. ഒരു ഇലക്ട്രോണിന് ഈ ഒരു കണ്ടക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡ് മുതൽ റൈറ്റ് സൈഡ് വരെ എത്തണം. ഈ ഒരു എൻഡ് മുതൽ, ലെഫ്റ്റ് എൻഡ് മുതൽ റൈറ്റ് എൻഡ് വരെ എത്തണമെങ്കിൽ അത് സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? എൽ. ആ കണ്ടക്ടറിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും ഒരു ഇലക്ട്രോണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഇലക്ട്രോൺ പോകുന്നത് ഈ കണ്ടക്ടറിൻ്റെ ലെഫ്റ്റ് എൻഡ് മുതൽ റൈറ്റ് എൻഡ് വരെയാണ്. ആ ഇലക്ട്രോൺ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി നമുക്ക് വേണമെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് എടുക്കാം. കോമൺ ഇക്വേഷൻ ഇതാണ്. Velocity is equal to displacement divided by time, or time is equal to displacement divided by velocity. ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് L ആണ്. അവിടെയുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമാണ്.
അങ്ങനെയെങ്കിൽ ടൈം ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ വി ഡി എന്ന് വരും. ഇപ്പോൾ നമുക്ക് ചാർജിനുള്ള ഇക്വേഷനുണ്ട്, ടൈമിനുള്ള ഇക്വേഷനുണ്ട്. ചാർജിനുള്ള ഇക്വേഷൻ NaLe ആണ്, അത് ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതിയിരിക്കുന്നു. ടൈമിനുള്ള ഇക്വേഷൻ എൽ ഡിവൈഡഡ് ബൈ വി ഡിയുമാണ്. കറൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? I is equal to Q divided by T. I is equal to Q divided by T. Q എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് പകരം NaLe കൊടുത്തിരിക്കുന്നു. T എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് പകരം L ഡിവൈഡഡ് ബൈ വി ഡിയും കൊടുത്തിരിക്കുന്നു. എല്ലും എല്ലും ഇവിടെ ക്യാൻസൽ ചെയ്തു പോകും. എല്ലും എല്ലും ക്യാൻസൽ ചെയ്തു പോയി. വി ഡി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നേരെ ന്യൂമറേറ്ററിലേക്കും പോകും. എല്ലാതും ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ NeAVD, അതായത് N എഴുതി, E എഴുതി, A എഴുതി, മുകളിലേക്ക് വന്ന വി ഡി, NeAVD. ഇതാണ് കറണ്ട്. ഇക്വേഷൻ ഞാൻ താഴേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. കറണ്ട് ഈസ് ഈക്വൽ ടു NeAVD. എന്തായിരുന്നു നമ്മുടെ ഉദ്ദേശം? റിലേഷൻ ബിറ്റ്വീൻ വി ഡി ആൻഡ് ഐ. രണ്ട് ക്വാണ്ടിറ്റീസും ഈ ഇക്വേഷനിൽ പ്രസൻ്റ് ആണ്. I ഈസ് ഈക്വൽ ടു NeAVD. അതിൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട്, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ഇലക്ട്രോൺസിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ A എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ ഇക്വേഷൻ എങ്ങനെ മാറും? I ഡിവൈഡഡ് ബൈ A ഇസ് ഈക്വൽ ടു NeVD. A നമ്മുടെ ലെഫ്റ്റിലേക്ക് പോന്നു. I ബൈ A ഇസ് ഈക്വൽ ടു NeVD. എന്താണ് I ഡിവൈഡഡ് ബൈ A? ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച കറൻറ്റ് ഡെൻസിറ്റിയാണ് I ഡിവൈഡഡ് ബൈ A. J ആണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ. J ഇസ് ഈക്വൽ ടു NeVD. നമുക്ക് കറൻറ്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. I ഈക്വൽ ടു NeAVD ആണ്. കറണ്ട് ഡെൻസിറ്റിയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു NeVD. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ വി ഡി ആൻഡ് ഐ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ പഠിക്കാനുള്ളത്.